ഉള്ളത് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ അർത്ഥം അറിയുന്നവരുണ്ടോ? പഠിക്കാൻ മനസ്സ് വെച്ചിട്ടുണ്ടോ? അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ലേ. ഞങ്ങൾ എന്തിനാ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നത്? എടാ, ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള ഒന്നാമത്തെ മരുന്ന് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ചിന്തിച്ചു ഓതണേ. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ഭാഗത്ത് അല്ലാഹു പറഞ്ഞല്ലോ, മനുഷ്യ നീ ചിന്തിക്ക്, മനുഷ്യ നീ ചിന്തിക്ക്. അല്ലാഹു ചിന്തിക്കാൻ പറയുന്നുണ്ടല്ലോ. എന്തേടാ നീ ചിന്തിക്കാത്തത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും ചിന്തിക്കുന്നവനാണല്ലോ. വെറുതെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. ഉസ്താദേ, ഞാൻ 5 ഖത്ം ഓതി, ഞാൻ റമദുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കൂ. ഉസ്താദേ, എനിക്ക് അറബി അറിയില്ല, അർത്ഥമറിയില്ല, പക്ഷേ ഖുർആനാണ് ഓതുന്നതെങ്കിലും നിനക്കറിയാമല്ലോ. എങ്ങനെയാ ഖുർആൻ ഓതേണ്ടതെന്നറിയോ? മഹാനായ മഹാനായ ബഹസുബാഹ്, മഹാനായ ഹാക്കിം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഒരിക്കൽ പടച്ചവനെ മസ്ജിദുൽ ബനൂ ഖുറൈശ്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു പോയതാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോയതാണ്. പടച്ചവനെ ഇമാമാരെന്നറിയോ? സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമാണ്, പള്ളിയിലെ ഇമാമാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാ. എന്നിട്ട് സൂറത്ത് ഓതുകയാണ്. അതാ ഏത് സൂറത്തെന്നറിയുമോ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്സിർ ഫലിറബ്ബിക ഫസ്ബിർ. അല്ലാഹുവേ, സൂറത്തു തകാഫ്, സൂറത്തുൽ മുദ്ദസ്സിർ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. പടച്ചവനെ, ഉസ്താദ് ഇമാം ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. പടച്ചവനെ, അതാ 8ാമത്തെ ആയത്തെത്തിയപ്പോ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. മഹാനായ സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ജമാഅത്തായി നിസ്കരിക്കുന്ന ഇമാമാ. അതാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ തളർന്നങ്ങ് താഴെ വീഴുകയാ. പടച്ചവനെ, മക്കത്തും മദീനത്തും പോയവർക്കറിയാ. അല്ലാഹുവേ, അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അതാ അറബി നാട്ടിലെ സൗദിയയിലും മക്കയിലും മദീനയിലും ആൾക്കാരവിടത്തെ ഇമാമുമാർ ഓതുന്ന ഖുർആനിന്റെ ക്ലിപ്പുകൾ കേൾക്കുന്നവരാണല്ലോ, വീഡിയോ കാണുന്നവരാണല്ലോ. പടച്ചവരെ, ഈ പരിശുദ്ധമായ റമളാനിലെ മസ്ജിദ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ തറാവീഹ് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. പടച്ചവനെ, ഖുർആൻ ഓതുമ്പോ കരയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവര് കരയുകയാണ്. പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ റബ്ബേ കരയുകയാ. അല്ലാഹുവേ, അവർക്ക് ഓതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. കല്ലാ ഇദാ ബലഗത്തി ത്വറാഖിയ വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അർത്ഥമറിയുന്നവന്റെ കണ്ണ് നിറയാതെ ഓതാൻ പറ്റൂല. ഈ ആയത്തോതിയാൽ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുമല്ലോ.
കാരണം മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസിർ പാരായണം ചെയ്ത് 8 ആയത്തേ എത്തിയുള്ളൂ. അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാ. പിന്നെ എടുത്തുകൊണ്ടുപോയത് ജനാസയാ. ആ പള്ളിയിൽ നിന്നും മയ്യത്താടാ കൊണ്ടുപോയത്. പക്ഷേ നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തോതിയിട്ട്, ഏതെങ്കിലും ഒരു സൂറത്തോതിയിട്ട് കരയാറുണ്ടോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ഇമാമുന അബൂ ഹനീഫ തങ്ങളുണ്ടല്ലോ, 4 മദ്ഹബുകളിലെ ഒന്നാമത്തെ ഇമാമല്ലേ അബൂ ഹനീഫ തങ്ങള്. സാധാരണ മനുഷ്യനല്ലല്ലോ. നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ ചരിത്രം അറിയുമല്ലോ. അബൂ ഹനീഫ തങ്ങൾ പടച്ചവനെ ഇശായിക്ക് ഇമാമത്ത് നിൽക്കുകയാ. ഇശാ നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുകയാ. ഓതിയ സൂറത്ത് ഏതെന്നറിയോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അബൂ ഹനീഫ തങ്ങൾ ഈ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അബൂ ഹനീഫ തങ്ങൾ മിഹ്റാബിന്റെ അകത്തിരിക്കുകയാണ്. ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാ. വല്ലാതെ തളർന്നിരിക്കുകയാണ്. പള്ളിയിൽ വന്നവര് മുഴുവനും പിരിഞ്ഞുപോയി. പടച്ചവരെ, സുബഹിയുടെ സമയമായി. ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി മുഅദ്ദിൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹിക്ക് സമയമായി. ജനങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അബൂ ഹനീഫ തങ്ങൾ അതുപോലെ ഇരിക്കുകയാ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ ഇമാമത്തിരുന്ന മുസ്കാരപ്പായില്, ആ മുസല്ലയിൽ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പടച്ചവനെ, ശബ്ദം കേട്ടപ്പോ, പടച്ചവനെ, ജനങ്ങളുടെ സംസാരം കേട്ടപ്പോ അബൂ ഹനീഫ തങ്ങൾ ചോദിക്കുകയാ, അബ്അദുന്നാസ്, ജനങ്ങൾ ഇശാ കഴിഞ്ഞു പോയില്ലേ? ജനങ്ങളൊന്നും പിരിഞ്ഞു പോയില്ലേ? മുഅദ്ദിന് പറയുന്നു, തങ്ങളെ, സുബഹിയായി. ജനങ്ങളെല്ലാവരും പോയി സുബഹി നമസ്കരിക്കാമെന്നതാണ്. മുസ്ലിമേ അറിഞ്ഞില്ല. ഇശാ നിസ്കാരത്തിൽ ഓതിയ സൂറത്തിന്റെ അർത്ഥം ചിന്തിച്ചപ്പോ സുബഹി വരെ അറിയാതെ ഇരുന്നു പോയി. അത് സാധാരണ സൂറത്തല്ല. അറിയണോ മഹത്വം അറിയണോ? ആ സൂറത്ത് പോയിട്ട് നീ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുർ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അത് സാധാരണ സൂറത്തല്ല. ഏത് വൃത്തികെട്ടവനെയും നന്നാക്കുന്ന സൂറത്താ, ഏത് പാപവും പൊറുക്കുന്ന സൂറത്താ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന സൂറത്താ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന
പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര്, പ്രവാചകന്മാരും സുഹദാക്കളും സ്വഹാബത്തും താബീങ്ങളും തബൗ താബീങ്ങളും ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, നിസ്കരിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, ഇവര് മുഴുവനും കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കൊതിയുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തേക്ക് കയറി വരുമ്പോ സഹാബത്ത് ഒരുമിച്ചിരിക്കുകയാ, സഹാബികൾ ഒരുമിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ചാരത്ത് വന്നു റസൂലുള്ളാഹി പറഞ്ഞു ഖുർആൻ ഓതാ. റസൂലുള്ളാഹി പറയുന്ന ഖുർആൻ ഓതാൻ ഏത് സൂറത്ത് ഓതണം നബിയേ? സൂറത്തു തകാസുർ സഹാബ. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിച്ച സൂറത്താ, കാണാതെ ഓടുന്ന സൂറത്താ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു പാരായണം ചെയ്യാറ്. സഹാബി ഓതാൻ തുടങ്ങി, സഹാബി ഓതാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമങ്ങ് വാടുകയാണ്, കണ്ണുനീർ തുള്ളികൾ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. പ്രവാചകന് കരയുകയാ, റസൂലുള്ളാഹി കരയുകയാ. ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു സ്വഹാബത്തേ, നിങ്ങൾ ആരും എന്തേ കരയാത്തത്? നിങ്ങൾ ആരും എന്തേ കരയാത്തത്? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. ഓത് സഹാബ. രണ്ടാമതും ഓതാൻ പറയുകയാ, രണ്ടാമതും പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കൂടെ കരഞ്ഞു. അതാ ഓതിക്കഴിഞ്ഞപ്പോ പ്രവാചകൻ പിന്നെയും ചോദിച്ചു, നിങ്ങൾ കരയാത്തതെന്ത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പിന്നെയും ഓതാറ്. മൂന്നാമത്തെ പ്രാവശ്യം ഓതാ തയ്യാറെടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സഹാബ, കരച്ചല് വരുന്നില്ലേ? കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കാൻ അറിയുവല്ലോ, കരയുന്നവരെ പോലെ അഭിനയിക്കാൻ അറിയുമല്ലോ. അഭിനയിക്ക് സഹാബ. ഈ സൂറത്തോതുമ്പോ കരയണം സഹാബ. ഈ സൂറത്തോതുമ്പോ കരയണം സഹാബ. കരഞ്ഞ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൊരു ഇടമുണ്ട് സഹാബ. മുസ്ലിമേ, അറിയുന്ന സൂറത്തല്ലേ? എന്തേ നീ കരയാത്തത്? എന്തേ നീ കരയാത്തത്? എന്തേ നീ ചിന്തിക്കാത്തത്? എന്തേ നീ നന്നാകാത്തത്? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹ് ചോദിക്കുകയാ സിറാജ്, അല്ലാഹ് എന്നോട് ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ, നന്നാകാ സമയമായില്ലേ? അതുകൊണ്ട് സീരിയൽ കണ്ട് കരയുന്ന പെങ്ങള്, സിനിമ കണ്ട് കരയുന്ന പെങ്ങള്, ചെറുപ്പക്കാരാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കരയുമല്ലോ. കാര്യമില്ലടാ. കടം വന്നതിന്റെ പേരില്, ജീവിതം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില്, ജോലി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില്, സ്വന്തമായിട്ട് വീടില്ലാത്തതിന്റെ പേരില്, മക്കളില്ലാതെ പോയതിന്റെ പേരില്, പണമില്ലാതെ പോയതിന്റെ പേരില്, സമാധാനമുള്ള ജീവിതമില്ലാത്തതിന്റെ പേരില് നീയൊക്കെ കരയുമല്ലോ. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ?
എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല സഹോദരാ. മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ, ക്യാൻസർ രോഗം പിടിച്ചവന്റെ ചാരത്ത് പോയി കരയുമല്ലോ, ഒരു പ്രയോജനവുമില്ല. എടാ, രോഗം പിടിച്ച് കിടക്കുന്നവന്റെ ചാരത്ത് പോയി കരയരുത്, അവനെ സമാധാനിപ്പിക്കലല്ലേ നീ ചെയ്യേണ്ടത്. അതുകൊണ്ട് പറയുകയാ, ഖുർആൻ വെറുതെ ഓതിയാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഓതിയാ പോരാ. കളിയും തമാശയും മാറ്റിക്കോ. മൊബൈൽ എടുത്ത് കയ്യിൽ വെച്ച് ഖുർആൻ ഓതിയിട്ട് സംസാരിക്കുന്നവര്, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയിൽ ഫോൺ വരുമ്പോ എടുക്കുമല്ലോ, കണ്ടവരോട് സംസാരിക്കുമല്ലോ. ആ ഖുർആനിന്റെ മുന്നിലാണ് ഇരിക്കുന്നതെന്നുള്ള ചിന്ത നിനക്കില്ലല്ലോ. ആൾക്കാര് കാണുന്നതിന് വേണ്ടി ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, ഞാൻ ഒരുപാട് ഖത്തമോദിയെന്ന് പറയുന്നതിന് വേണ്ടി ഓതുന്നവരുണ്ടല്ലോ. എങ്കിലും നിനക്കറിയാഞ്ഞിട്ടാ. ഇനി കൈകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുമ്പോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാൻ ഞാനൊരു ഹദീസ് പറയുകയാ. ഓരോരുത്തരും ഇനി ഖുർആൻ എടുക്കുമ്പോ ചിന്തിക്കണം. ഒന്നുമില്ലാതെ എടുക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഫസ്സിരീങ്ങൾ പറഞ്ഞു തന്നതെന്താ? നമ്മൾ ഖുർആൻ ഒന്നുമില്ലാതെ വരെ എടുക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. പാപ്പ പറയും, ഉമ്മ പറയും, പോയി ഖുർആൻ എടുത്തോണ്ട് വാടാ. ഖുർആനില്ലേ, എടുത്തോണ്ട് വാ. അപ്പൊ ഉമ്മ പറയും, എനിക്ക് ഒന്നുമില്ല മോനെ, നീ പോയി എടുത്തോണ്ട് വാടാ. എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാ. ഖുർആൻ എടുക്കാൻ പറയുമ്പോ നമ്മൾ എടുക്കത്തില്ല, കാരണം നമുക്കൊന്നുമില്ല. കുട്ടിയോട് പറയും പോയി എടുക്കാൻ. നിങ്ങൾ മദ്രസയെ പഠിച്ചിട്ടില്ലേ? ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് എടുക്കാന്നല്ലേ? അങ്ങനല്ലേ നിയമം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഒന്നുമില്ലാതെ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാം. ഇപ്പൊ ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ ഇന്ന് കുട്ടികളോട് പറയും നീ പോയി എടുക്കാൻ. ആദ്യം പോയി ഉസ്താദന്മാരോടൊക്കെ മസ്തല ചോദിക്കുക, പഠിക്കുക, സൂക്ഷ്മത. മുഫസ്സിരീങ്ങൾ അതാ പറയുന്നത്. എടോ, കുട്ടികൾക്ക് ഖുർആൻ എടുക്കാമെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് എടുക്കാം. ഇപ്പൊ നിനക്ക് വേണ്ടി നീ എടുത്തോണ്ട് അവിടെ വെയിടാ, എടുത്തോണ്ട് വാടാ, ഒന്നുമില്ലാതെ അവരെ കൊണ്ട് എടുപ്പിക്കുക. നിങ്ങൾ ഈ ഒരൊറ്റ ഹദീസ് ഓർത്തു വെച്ചാൽ മതി. ഇനി ഖുർആൻ എടുക്കുമ്പോൾ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കും അടുത്താ നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഈ ഫ്രണ്ടിലെ ഗേറ്റ് തുറക്കാൻ പറ്റുമോ അപ്പാ? എടോ, ഈ ഗേറ്റ് തുറക്കാൻ പറ്റുമോ? പറ്റൂല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കേ. നിങ്ങളിനി എൻ്റെ ഫ്രണ്ടിൽ വരണമെങ്കിൽ കറങ്ങണം. എൻ്റെ മുമ്പിൽ വരണമെങ്കിൽ നിങ്ങൾ കറങ്ങണം. നിങ്ങളെ കസേര എടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കറങ്ങിക്കടോ. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഗേറ്റ് തുറന്നേപ്പോൾ ആ ജയിലും തുറന്നു വിട്ടെ. ഇൻഷാ അല്ലാഹ് ഓഡിറ്റോറിയത്തിൻ്റെ ഹാള് തുറക്കണമല്ലോ, തുറന്നേ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങ് കയറി വന്ന് എല്ലാവരും ഇങ്ങ് വാടോ. വാടോ ചങ്ങാതി, നമ്മൾ തമ്മിൽ എന്തിനാടോ? വാടോ, നിങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നിങ്ങളിരിക്കണോ? സ്റ്റേജിലുള്ളവരൊക്കെ ഇരുന്നു. പെട്ടെന്ന് അൽഹംദുലില്ലാ. വാ. നിങ്ങളൊക്കെ കാണാൻ വേണ്ടി അത് എടുത്ത് കളയുന്നേ. ചുമ്മാ കുറെ വെറുതെ പൈസളെ. എളുപ്പം കസേര എടുത്തോണം കേട്ടോ. കസേര എടുത്തോണം. പുറത്തേക്കണ ചങ്ങായിമാരെ, ദുആ ചെയ്യാൻ പോവാ. വേണമെങ്കിൽ കയറിക്കോ, ഇല്ലെങ്കിൽ പൊക്കോ. വാ, കസേര എടുത്തോണ്ട് വാടാ മക്കളെ. അൽഹംദുലില്ലാ. എന്താ നീങ്ങിരി. എല്ലാവരെയും കാണാനുള്ള ആഗ്രഹം കണ്ട. അത് തുറക്കുമ്പോഴത്തേക്ക് നേരം വെളുക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ചാടിക്കോളി. എപ്പുറത്തോടോ ഇറങ്ങിപ്പോയേക്കല് ചാടുക. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ഹമീദ ഹമീദ സുഖല്ലേ? അൽഹംദുലില്ലാ. ഇരുന്നോ. നമ്മുടെ പാർട്ണറാക്കാന്ന് പറഞ്ഞത് നീ മറന്നുപോയത്. വലിയ അടയ്ക്ക കച്ചവടക്കാരൻ്റെ വലിയ മുതലാളിയാ. അൽഹംദുലില്ലാ. അല്ലണ്ട അൽഹംദുലില്ലാ. നിങ്ങളെ കണ്ടപ്പോൾ ഒരു കസേര ഇല്ലേടെ മക്കളെ, കസേരയും കൂടെ ഇട്ടോ. കുറച്ചു നേരം നീ ഇരിക്കണ്ട, ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. കസേര എടുത്തുണ്ടോ? കസേര. അൽഹംദുലില്ലാ. ബാക്കിയുള്ളവർ സെൻട്രലിൽ ഇരുന്നോ. ബാക്കിയുള്ളവർ സെൻട്രൽ. കസേര പറക്കി ഇപ്പുറത്ത് പറയേ. ഒരാൾ കസേര പറക്കി ഇപ്പുറത്ത് കൊടുത്തോ. അവിടെ ഇരിക്കണവരൊക്കെ അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 15 മിനിറ്റ് ഇരിക്കൂലേ? അൽഹംദുലില്ലാ. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബത്തിനോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ
അള്ളാന്റെ റസൂല് പറഞ്ഞ സ്വഹാബാ, ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇനി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് പറയണം, ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ, ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഈ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബാ, അത് നരകത്തിന്റെ ഒരു ചരിവാണ് സഹാബാ, അത് നരകത്തിന്റെ ഒരു ഭാഗമാണ്, അത് നരകത്തിന്റെ ഒരു ചരികാണ്. നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണേ, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണേ. അറിയുവോടാ ചെറുപ്പക്കാരാ, നരകത്തിന്റെ ഏതോ ഒരു സൈഡാണ്, നരകത്തിന്റെ ഒരു ചരിവ് ഭാഗമാണ്, നരകത്തിന്റെ മലയുടെ ഒരു സൈഡ് പോലെ അല്ലാഹുവിന്റെ നരകത്തിന്റെ ഒരു ഭാഗമാണ് ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറയുന്ന നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യണേ. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? എന്തേ ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്, പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തേ നബിയേ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്തേ നബിയേ? അത് നരകത്തിന്റെ ഒരു ചരികാട് സഹാബാ. ആ നരകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ നരകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ഞാനും നിങ്ങളും പേടിക്കുന്ന നരകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഭയാനകമായ നരകം അല്ലാഹുവിനോട് ഒരു ദിവസം 100 വട്ടം ദുആ ചെയ്യുന്നു. അല്ലാ, മനുഷ്യനല്ലടാ ചെറുപ്പക്കാരാ, പെങ്ങളെ, മനുഷ്യന്റെ കഥയല്ല പറയുന്നത്, നരകം തന്നെ ദുആ ചെയ്യുന്നു 100 വട്ടം. അല്ലാഹുവേ, ജുബ്ബുൽ ഹുസ്നിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നരകം പോലും ദുആ ചെയ്യുകയാ 100 പ്രാവശ്യം, ഒരു ദിവസത്തിൽ 100 വട്ടം. അല്ലാഹുവിന്റെ നരകം പോലും അല്ലാഹുവോട് പറയുന്നു, ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. 100 പ്രാവശ്യം നരകം പോലും അല്ലാഹുവോട് ചോദിക്കുന്നെങ്കിൽ, നരകം പോലും 100 വട്ടം അല്ലാഹുവിനോട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നരകം ഏതാണെന്ന് ചിന്തിക്കടാ. സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ إن لك في النهار سبحا طويلا فاذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. പടച്ചവനെ, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ അലിയാ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരത്തിന്റെ നിറം മാറുകയാണ്, കണ്ണിങ്ങനെ മയങ്ങി തുടങ്ങുകയാണ്. പടച്ചവനെ, ഖുർആനിനകത്തേക്ക് ലയിച്ചു കഴിഞ്ഞു. ആ സമയത്ത് വൈദ്യന്മാര് ആ രോഗം പിടിച്ച കാല് വെട്ടിമുറിക്കുകയാ. അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ജീവനോടെ ഇരിക്കുന്ന മനുഷ്യന്റെ ഒരു കാലങ്ങ് വെട്ടിമുറിച്ചു. മഹാനവറുകൾ അവസാനം ഖുർആൻ ഓതൽ നിർത്തി. ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാരോട് ചോദിച്ചു, എന്റെ കാല് മുറിക്കുന്നില്ലേ? എന്റെ കാല് മുറിക്കുന്നില്ലേ? തങ്ങളെ, ഖുർആൻ കേട്ടുകൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ.
ഇത് കഥയല്ലടാ ചെറുപ്പക്കാരാ, ചരിത്രമെടുത്ത് നോക്ക്, നിനക്ക് ഈ സ്വഹാബിയുടെ ചരിത്രം പഠിക്കാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഓതണം, എങ്കിലേ ഹൃദയത്തിന്റെ രോഗം മാറൂ, എങ്കിലേ ഹൃദയത്തിന്റെ രോഗം മാറൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള 5 മരുന്നിൽ ഒന്നാമത്തെ മരുന്ന് ഖുർആനോദലാ. വെറുതെ ഓതിയാ പോരാ, വെറുതെ ഓതി